ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ കിച്ചണിൽ നിന്നിട്ടാട്ടോ എടുക്കണത്. അവിടെ എല്ലാവരും കിടക്കുകയാണ്, എനിക്കിട്ടില്ല 6:30 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നും ഒരു വ്ളോഗ് തന്നെയായിട്ട് ഞാൻ എടുത്തിരിക്കണത്. എല്ലാവരും കൂടി ഉള്ള കാരണം ഇന്നൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും മിൻഷാട്ടനും ഇവിടേക്ക് പോകും. മിൻഷാട്ടൻ്റെ മാമയുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. അവിടെ മിൻഷാട്ടിൻ്റെ മേമയുടെ മോളുടെ കുട്ടി പൈസ അറിയിച്ചു എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്നിട്ട് ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ആരും ഇവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ ഞാനും മിൻഷാട്ടിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ രാവിലെ ഇവിടെ മിസ് ചെയ്യും കേട്ടോ, എല്ലാവരും ഉള്ളതല്ലേ. അങ്ങനെ അപ്പോൾ നമുക്കിനി രാവിലെ ചായക്കുള്ളത് ഒക്കെ വെക്കാണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടാട്ടാ. ഇഡ്ഡലിയും പിന്നെ ചട്നിയും ചമ്മന്തിയും അതായിട്ട് ഉണ്ടാക്കണത്. പിന്നെ എന്താ വെച്ചാൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മീൻ നല്ല പരട്ടി വെച്ചത് ഇരിപ്പുണ്ട്. അതൊക്കെ പിന്നെ ഇനി ഞാൻ പോയി ഒരു അമ്മ സെറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്താ ചോറ് അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അവിടെ എനിക്കുമ്പോഴേക്കും ഞാൻ ചായ വെക്കാൻ വെച്ചിട്ടാണ്. നമുക്കൊരു 10 മണി 10:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് പോകണം. പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ. ഇവർ വൈകിട്ടത്തേക്ക് തന്നെ വിടുള്ളൂ. എല്ലാവരും ഉറങ്ങാണ്. അമ്പലത്തിൽ രാമായണം വായിക്കണത് കേട്ടോ കേൾക്കണത്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നേരെ ക്രോസാണ് അമ്പലം വരണത്. അല്ല പക്ഷെ ഇപ്പോൾ കാണില്ല കേട്ടോ ഇവിടെ നിന്ന്. ഇപ്പം നല്ല മൊന്ത ഇവിടെ നിന്ന് ഒന്നും കാണില്ല. പക്ഷേ ഉണ്ടല്ലോ ആ മൊന്തൊക്കെ വെട്ടി വൃത്തിയാക്കിയാൽ നമുക്ക് ഞാനിവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കി അമ്പലത്തിൻ്റെ ഗോപുരങ്ങൾ ഇങ്ങനെ കാണാം. പക്ഷെ ഇപ്പം ഒന്നും കാണില്ല, ഭയങ്കര മൊന്തയാണ്. അപ്പം എന്തായാലും ഞാനൊന്ന് പോയിട്ട് ഞാൻ ഇറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അവിടെ എല്ലാവരും കിടക്കണ കാരണം ഞാൻ അവിടെ നിർത്തില്ല. ഞാൻ ചെന്നിട്ട് പല്ലേച്ചിട്ടും ഫ്രഷായി സെറ്റായിട്ട് വരാം. എന്നിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. ഇതിവിടെ തട്ടും മുട്ടലും കേട്ട അമ്മ എത്തി വരും. അതാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണത്. അപ്പം എന്തായാലും കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ തേജു ആര്യയുടെ ആദർശനെയും കൂടിയായിട്ട് കിടന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും നല്ല ഉറക്കാണ്. കുഞ്ഞിച്ചക്ക് അപ്പുറത്തെ സൈഡായിട്ട് കിടക്കണത്. അങ്ങനെ ഇനി എൻ്റെ തട്ടിലും മുട്ടിലും കേട്ടിട്ട് അമ്മ എനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അമ്മ നല്ല ഉറക്കാണ്. പക്ഷെ ഞാൻ തേങ്ങ ചെറുകണ സൗണ്ട് കേട്ടിട്ട് ആൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷാട്ടിനും ഇതേ നല്ല ഉറക്കാട്ടോ. അമ്മ എന്താ നിലത്ത് കിടക്കണമെന്ന് തോന്നരുതേ, കാരണം അമ്മ എത്ര പറഞ്ഞാലും അവിടെ കിടക്കുള്ളൂ കേട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും എവിടെയായാലും അമ്മയ്ക്ക് കട്ടിലും എടുക്കാൻ പറ്റില്ല. അമ്മ നിലത്താണ് കൂടുതലും കിടക്കുക. പിന്നെ അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ വന്ന് കിടക്കും. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടം നിലത്ത് കിടക്കാൻ തന്നെയാട്ടോ. അപ്പോൾ അതേ അമ്മ പായൊക്കെ വെച്ചിട്ട് അമ്മ നിലത്തായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ എല്ലാവരും വന്നാൽ വിൻഷാന്റെ സ്ഥാനമാണ് കേട്ടോ സോഫയിൽ. പക്ഷെ ഇന്ന് അച്ഛൻ സോഫയിൽ കിടക്കുക, കാല് കയറ്റി വെക്കണം. അപ്പോൾ സോഫയിൽ കിടന്ന കാല് കയറ്റി വയ്ക്കാൻ പറ്റും പറഞ്ഞിട്ട് അച്ഛതേ സോഫയിലാട്ടോ കിടന്നത്. അപ്പോൾ അച്ഛൻ മറ്റേ സോഫയും കൂടി കൂട്ടിയിട്ട് ഒരു ബെഡ് പോലെ ആക്കി കൊടുക്കട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു തേങ്ങ ചിരങ്ങണ സൗണ്ട് കേട്ടിട്ടാട്ടോ അമ്മ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ എപ്പോഴും 5 മണി 5:30 എനിക്കുന്ന ആളാണ്. ഇപ്പം സമയം ഏകദേശം 6:30 6:45 7 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഈ ചിരകണ സൗണ്ട് കേട്ടിട്ടേ പതുക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അപ്പുറത്തെ പറമ്പ് ഞാൻ പറഞ്ഞല്ലോ വെട്ടി വൃത്തിയാക്കി ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാമെന്ന്. അപ്പം അതന്നെയായിട്ട് അമ്മയും നോക്കണത്. ചായക്കുള്ളത് ഞാൻ വേഗം ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കുള്ളത് അമ്മ ആക്കാം, വേഗം പോവാൻ നോക്കിക്കോന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാനിത് ഇവിടെ ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചമ്മന്തി ആട്ടാ ശരിയാക്കിക്കൊണ്ടിരിക്കണത്. പിന്നെ മാവും അതെ കേട്ടോ, മാവ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ മറ്റേ പാക്കറ്റ് മാവാട്ടെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അത് വേഗം അങ്ങോട്ട് ആക്കല്ലേ വേണ്ടു. അപ്പോൾ ആ 3 പണികളും ഞാൻ അങ്ങോട്ട് ചെയ്തു. അമ്മ പിന്നെ അത് അപ്പുറത്തിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുക ഏറ്റവും എളുപ്പമുള്ള പണി പുട്ടുണ്ടാക്കലാന്നാട്ടാ. പക്ഷെ എനിക്ക് അതിനൊക്കെ കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു ഇഡ്ഡലിയൊക്കെയാണെന്ന്. കാരണം ഇഡ്ഡലിക്ക് ആകുമ്പോൾ വേറെ കാര്യമായിട്ടൊന്നും വേണ്ട, മാവ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചാൽ അതങ്ങോട്ട് ആയിക്കോളൂല്ലോ. പിന്നെ അതേത് അമ്മ ചിക്കൻ കറിക്കൊക്കെ ഉള്ള സവോളയും മറ്റു വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പം നിന്ന് നന്നാക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് ഉള്ളതാട്ടോ. എല്ലാവരും കുറച്ച് കൂടുതൽ പേരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തക്കാളിയും സവോളയും എല്ലാതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇഡ്ഡലി ആവുന്നുണ്ട്. പിന്നെ ആദർശനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ തക്കാളി ചമ്മന്തി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടാ കൂടുതൽ എടുത്തേക്കണതും. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ ആ ഒഴിക്കണത്. പിന്നെ അമ്മ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വെക്കുകയല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് അമ്മ ബാക്കി ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇത് നന്നാക്കുന്നുണ്ട്. സാധാരണ അമ്മ മുമ്പൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ മുറ്റടിക്കാനായിട്ടാണ് രാവിലെ എൻ്റെ വഴിക്ക് നിൽക്കാറ്. പക്ഷെ ഇവിടെ മുറ്റൊക്കെ നന്നാക്കിയ കാരണം ഇപ്പം അമ്മയ്ക്ക് ആ പണിയില്ല കേട്ടോ. പിന്നെ എന്താ ഞാൻ തക്കാളി ചമ്മന്തിക്കായിട്ട് ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഏറ്റവും
ഏറ്റവും കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ റെസിപ്പി ആയിരിക്കും. ഇപ്പോഴും കുറെ പേര് ഇതിന്റെ റെസിപ്പി പറയോ ചോദിക്കാറുണ്ട്. സംഭവം ഇത് വെക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടെ. കുറെ പേര് വെച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെന്റെ അച്ഛനെ ഞാൻ ചായ കൊണ്ടു കൊടുത്തിട്ട് അച്ഛനും എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഉമ്മറത്തെ വാതിൽ തുറന്നിട്, നേരം വിളിച്ചാകുമ്പോൾ അങ്ങനെ അടച്ചിടൽ, എന്തായാലും ഇവിടെ ആൾക്കാരില്ലേ തുറന്നിടുന്നും പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ തുറന്നിട്ട് കൊടുക്കാട്ടോ. പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴത്തെയും പോലെ മാറ്റിയിട്ട് ഇനി എനിക്ക് അലർച്ചിലേറെ പണിയുണ്ട്. കാരണം ഈ സോഫയൊക്കെ തിരിച്ച് മറിച്ചിട്ടൊക്കെ കിടക്കണം, അതൊക്കെ ഒന്ന് നേരേക്ക് ഇടണേ. പിന്നെ അമ്മ അതേ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അമ്മ വേറെ എന്തൊക്കെയോ നന്നാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കിച്ചൂട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛതേ കിച്ചൂട്ടിന് അമ്പലത്തിലെ പാട്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കേൾപ്പിച്ച് കൊടുക്കുക കേട്ടോ. കിച്ചൂട്ടിനാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അവിടെ അച്ഛൻ ടി വിയിൽ ഫോണിലൊക്കെ വെക്കുമ്പോഴല്ലേ ഈ അമ്പലത്തിലെ പാട്ടുകൾ കേൾക്കുക. അടുത്തുനിന്ന് അങ്ങനെ കേൾക്കൽ കുറവല്ല. അപ്പോൾ അതൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടി ഉമ്മർത്ത് പോയിരിക്കുന്നുണ്ട്. തുന്തരവിടെ എവിടെ കുഞ്ഞാട്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അടിച്ചോരലും തുടക്കലും കൂടിയും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്കാകുമ്പോൾ പണി കുറഞ്ഞോട്ടേ വെച്ചിട്ടായിട്ട് ഇതൊക്കെ ചെയ്യണം. അമ്മയാണെങ്കിൽ ഇതൊക്കെ ചെയ്തോളാം, ഈ പോവാൻ നോക്കിക്കോട്ടെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ കിച്ചൂട്ടന് മരുന്ന് കൊടുക്കാൻ നോക്കുക കേട്ടോ. കിച്ചൂട്ടനാണെങ്കിൽ സ്പൂണ് കാണുമ്പോഴേക്കും കിണുക്കാൻ തുടങ്ങും കേട്ടോ. അവനറിയാം മരുന്നിനാണ് ആ സ്പൂൺ എടുത്ത് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ അത് കാണുമ്പോഴേക്കും കിണുക്കാൻ തുടങ്ങി. പിന്നെ അതേ വേഗം ചായ കുടിക്കാതിരിക്കട്ടെ എല്ലാവരും കൂടെ. അപ്പോൾ എൻ്റെ കുളിയും തേജുവിൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ. അവൻ ചേട്ടൻ കുളിക്കാൻ കറിയൊക്കെ തോന്നണേ. അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് എല്ലാതും ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുക കഴിക്കാൻ. പിന്നെ ഈടെ ആയിട്ടുള്ള വീഡിയോസിൽ കുറെ കമന്റ് വരുന്നുണ്ട്, ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, എന്തൊരു പ്രത്യേകത തോന്നുന്നുണ്ട്, എന്താണ് എന്നൊക്കെ. സംഭവം ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മാറ്റം എൻ്റെ മുഖത്തും മൊത്തത്തിലുണ്ട്. അപ്പോൾ അതായിരിക്കണം ആ മാറ്റം എന്ന് തോന്നുന്നു. കുറേ പേര് എന്നിട്ട് വണ്ണം വെക്കുമ്പോഴാണ് നല്ലത് പറയേണ്ടത്. അത് ഉള്ള കാര്യമായിട്ട് എൻ്റെ അമ്മയിൽ എല്ലാവരും പറയണതാണ് വണ്ണം വെക്കണതാണ് നല്ലത്. എൻ്റെ വണ്ണം കുറയുമ്പോൾ ഞാൻ ഭയങ്കര വൃത്തികേടാവും. എൻ്റെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ബോറാവട്ടോ കാണാൻ. അതുകൊണ്ട് വണ്ണം വെച്ചാൽ എൻ്റെ ഫേസ് നല്ലതെന്നാട്ട് എൻ്റെ അമ്മ പറയാറ്. അമ്മ സ്വത്തത്. അപ്പം നമ്മുടെ കിച്ചുവിൻ്റെയും കുളി കഴിഞ്ഞിട്ട് ഇതേ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഇതേ വിൻഷാൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ചായ കുടിക്കുന്ന ടൈമിലായിട്ട് ഞാൻ കിച്ചുട്ടനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് ചായ കുടിക്കാതിരിക്കണം. പിന്നെ എന്താ പറയുക, ഇഡ്ഡലിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി ഇരിക്കണുണ്ട്. അപ്പോൾ ആർക്ക് ചപ്പാത്തി മീൻകറി മതി പറഞ്ഞോട്ടോ. അപ്പോൾ അവൾക്കുള്ള ചപ്പാത്തിയൊക്കെ അവൾ സെറ്റാക്കി കൊടുന്ന് വെച്ചിരിക്കുന്നുണ്ട്. ഞാനിത് ഇഡ്ഡലി കഴിക്കാനായിട്ട് നോക്കണം. നമ്മുടെ തേജാണ് ഇങ്ങനെ മിണിങ്ങിയിരിക്കുക, കഴിക്കാൻ നല്ല മടിയായിട്ട് ഇരിക്കണത് കേട്ടോ. ഒരു ഇഡ്ഡലി കഴിച്ചു, 2 ഇഡ്ഡലി കഴിക്കാൻ പറഞ്ഞ സാധാരണ 2 ഇഡ്ഡലിയൊക്കെ കഴിക്കും. പക്ഷെ ഇവരേനെ കാണുമ്പോൾ ഇത്തിരി കിണുക്കം കൂടുതലാണ്. പിന്നെ ആരുടെന്ന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് അവളേന്ന് ചപ്പാത്തി ഒരെണ്ണം വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചുട്ടനൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം അമ്മ അവനെ ഉറക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആട്ടി ഉറക്കണ കണ്ടിട്ടാ തോന്നുന്നു അമ്മ ഇങ്ങനെ ആട്ടണത്. അതും അമ്മ സാധാരണ തൊട്ടിയിൽ കിടത്തിയിട്ടാണ് അവനെ ഉറക്കാറ്. അപ്പം ഇന്നതേ അങ്ങനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ടിട്ട് ഞാനും മിൻഷാട്ടിനും തേജു ഇതേ പുറപ്പെട്ടിട്ട് വേഗം ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഡ്രസ്സ് മനസ്സിലായില്ല, ഞാൻ ഇന്നലെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ വീഡിയോയിൽ കൊടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്. അങ്ങനെ ഞങ്ങൾ ഇതേ പുറപ്പെട്ട് ഇറങ്ങി. സുധേച്ചിൽ എവിടെയല്ലോ വണ്ടി ഇടണത്, അവിടെ നിന്ന് ഇതേ വണ്ടിക്ക് എടുത്തിട്ട് നേരെ വിൻഷാടിൻ്റെ വീട്ടിലേക്കായിട്ട് പോവാ. ഇപ്പോഴും ചോദിക്കുന്നുണ്ട് വിൻഷാടിൻ്റെ വീട് എവിടെയാന്ന്. വിൻഷാടിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ. അടുത്ത് മീൻസ് അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മൾ വീട് വെച്ചേക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പട്ടാമ്പി ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ വിൻഷാടിൻ്റെ വീടും വരണത്. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ടാട്ടോ പോണത്. അവിടെ പോയിട്ട് അമ്മേനെയും അമ്മമ്മേനെയും എല്ലാവരെയും എടുക്കണം. അമ്മമ്മ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അമ്മമ്മ പുറം ലോകം കാണണമെന്ന് പറയാലോ. കാരണം വയ്യാത്ത കാരണം അമ്മമ്മേനെ എങ്ങോട്ടും അമ്മമ്മ വീട്ടിൽ തന്നെയാണ്. നടക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായ കാരണം ഫുള്ളായിട്ട് അമ്മമ്മ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്മമ്മേനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എനിക്ക് നടന്ന് കയറാനൊന്നും പറ്റാത്ത കാരണം വിൻഷാട്ട് എടുത്തിട്ടാട്ടോ അമ്മമ്മേനെ കൊടുന്ന് കയറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പട്ടാമ്പി എത്തിയിട്ടോ. അപ്പോൾ പട്ടാമ്പിക്ക് വിൻഷാൻ്റെ അനിയത്തി വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ണിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് നോക്കായിരുന്നു. അമ്മമ്മേനെയും കാറിൽ ഇരുത്തിയേക്കുക കേട്ടോ. അപ്പോൾ ഞാനും വിൻഷാട്ടിനും തേജും അച്ഛനും പിന്നെ അനിയത്തി ശ്രുതിയും സച്ചുട്ടനും കൂടിയിട്ടാട്ടോ ഡ്രസ്സ് നോക്കാൻ കയറിയേക്കണത്. അപ്പോൾ ഇതാട്ടോ വിൻഷാട്ടിൻ്റെ അനിയത്തി തൃശ്ശൂരാട്ടോ വർക്ക് ചെയ്യണത് ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ അവൾ വീക്കിലി ആട്ടോ വരിക, വീട്ടിലേക്ക് വീക്കിലൊക്കെയാണ് വരിക. പിന്നെ വർക്കിൻ്റെ നല്ല തിരക്കുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വെഡ്ഡിങ് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് നല്ല തിരക്കാവും. പിന്നെ തൃശ്ശൂർ നിന്നിട്ട് തന്നെയാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പോൾ പിന്നെ അവരുടേതായ തിരക്ക്, എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ലൈഫിലെ തിരക്കുകൾ ഉണ്ടാവുമല്ലോ, ആ ഒരു തിരക്കാട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ കാണിക്കാറുണ്ട് വീഡിയോയിൽ. അതായത് ഇങ്ങനെ വല്ല വിശേഷങ്ങൾക്ക് കൂടുമ്പോഴാണ് ഞാൻ എല്ലാവരെയും വീഡിയോസിൽ കാണിക്കാറ്. പക്ഷെ അങ്ങനെ അവരെ കണ്ടന്റ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ ഇല്ല. വിശേഷങ്ങൾക്ക് കൂടുമ്പോൾ
കാണുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ കാണിക്കുന്നു മാത്രമായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ശ്രുതിക്ക് വീഡിയോയിൽ വരാനും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത്ര പേരാട്ടോ മാമയുടെ വീട്ടിലേക്ക് ഇപ്പൊ പോണത്. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും കഴിക്കാറാവുമ്പോഴേക്കും ചേട്ടനും ചേച്ചിയും കുട്ടികളൊക്കെ എത്തുള്ളൂ. ചേട്ടനും വർക്കുണ്ട്, അതുപോലെ തന്നെ രാഹുലേട്ടനും വർക്കുണ്ട് കേട്ടോ. രാഹുലേട്ടൻ എന്ന് പറയുന്നത് ശ്രുതിയുടെ ഹസ്ബൻഡാണ്. മനസ്സിലാവാൻ വേണ്ടിട്ടോ പേരും കൂടിയും പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ ഏട്ടനും അതേട്ടാ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉച്ചയാകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാ ഫസ്റ്റ് പോന്നിട്ടുണ്ടായിരുന്നേ. വലിയ ഫംഗ്ഷൻ ഒന്നും അല്ല കേട്ടോ. ഞങ്ങള് അടുത്ത് ഞങ്ങളുടെ ബന്ധക്കാർ മാത്രമേ ഉള്ളൂ. അതായത് വിൻചേട്ടന്റെ അമ്മയ്ക്ക് അനിയത്തി മാത്രമായിട്ടുള്ളത്. അപ്പൊ അതാണ് കേട്ടോ മാം. അതായത് നമ്മുടെ ചെറിച്ചില്ലേ ഞാൻ കാണിക്കാറുള്ളത് ചെറിച്ചന്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ. ഇനി എന്താ വെച്ചാൽ അമ്മമ്മേനെ ഇറക്കണം കേട്ടോ. വണ്ടി ഇത് അവിടെ കൊണ്ടിട്ടേക്കാണ്. ഇനി അമ്മമ്മേനെ ഇറക്കണം. അമ്മമ്മേനെ ഇറക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. കാരണം മണിയേട്ടനാട്ടോ അമ്മമ്മേനെ എടുക്കണ ആള്. ഇന്നിപ്പോ വിൻചേട്ടനാട്ടോ മണിയേട്ടില്ലാത്ത കാരണം എടുത്തേക്കാണ്. കൂടുതലും മണിയേട്ടനാട്ടോ അങ്ങനെ എടുത്തു കൊണ്ടുവരാറുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഇവിടെ എത്തിയിട്ട് എന്താ വെച്ചാൽ മാമയുടെ വീട് ഞാൻ പറയാൻ മറന്നു. മാമയുടെ അല്ല, മാമയുടെ മോളുടെ വീട് കേട്ടോ. വല്ലപ്പുഴ കേട്ടോ. അതായത് നമ്മുടെ മിത്രേച്ചിയുടെ ഷോപ്പില്ലേ, മിത്രേച്ചിയുടെ ഷോപ്പ് കഴിഞ്ഞാൽ പിറ്റത്തെ സ്റ്റോപ്പ് കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം എന്നുള്ളൂ. അവിടെയാണ് കേട്ടോ ചേച്ചിയുടെ വീട് വരുന്നത്. അപ്പോൾ ഇതാട്ടോ കാർത്തികേച്ചിയുടെ മോള്. അപ്പോൾ അവളുടെ പരിപാടിക്ക് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. പിന്നെ അവരുടെ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ, ഹരീഷേട്ടൻ്റെ റിലേറ്റീവ്സും. അങ്ങനെ ഞങ്ങളങ്ങനെ അടുത്ത സഹോദരങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മറത്ത് കുറേ നേരം ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ കിച്ചണിൽ പണിയുണ്ട് കേട്ടോ. അതായത് അവരവിടെ കിച്ചണിൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്താനം പറഞ്ഞ് സംസാരിച്ച് പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻഷേട്ടൻ ബ്ലാക്ക് ഷർട്ടായിട്ട് ഇട്ടേക്കണത്. ഞാനും പറയാറില്ലേ, ഈ വിൻഷേട്ടൻ എങ്ങോട്ട് പോകുമ്പോഴും എത്ര കളർ ഡ്രസ്സ് ഉണ്ടെങ്കിലും അവസാനം ബ്ലാക്കിലേക്ക് എത്തും. അത് എന്താ ചോദിച്ചാൽ അറിയില്ല, അത് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ പിള്ളേരനെ ആദ്യം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ദാട്ടാ ഹരീഷേട്ടൻ, അതായത് വിൻഷേട്ടൻ്റെ അനിയത്തി മീൻസ് മേമയുടെ മോളില്ലേ, മേമയുടെ മോളുടെ ഹസ്ബൻഡ്. അപ്പോൾ ചേട്ടൻ നല്ല കുക്കാട്ടോ, ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ചിക്കനൊക്കെ ചേട്ടനാട്ടോ വറുത്തിരുന്നത്. പിന്നെ ഇതാട്ട ചെറിച്ചൻ, ഞാൻ പറഞ്ഞില്ലേ ചെറിച്ചൻ്റെ മോളാണ് കേട്ടോ കാർത്തിയേച്ചി. പിന്നെ വിഷ്ണുവിനും ഞാൻ കാട്ടാറുണ്ട്. ഞാനിപ്പോൾ കൂടുതൽ നമ്മുടെ വീഡിയോയിൽ കാട്ടിയേക്കണതും ചെറിച്ചനെയും വിഷ്ണുവിനെയും ആയിരിക്കും കേട്ടോ. നമ്മളെ ഷോപ്പ് പോകുമ്പോൾ വിഷ്ണുവിനെ കാട്ടുമ്പോൾ പറയാറില്ലേ, അപ്പോൾ വിഷ്ണുവിനെയും ചെറിച്ചനെയും കൂടുതൽ കാട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതേ ഫുഡൊക്കെ വിളമ്പി നമ്മൾ കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇവരുടെ നേരെ അപ്പുറത്തേതൊരു പാടം പോലെയാണ് കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഏതൊരു വണ്ടി പോണ കാരണം റോഡിൻ്റെ സൈഡിൽ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ ചെറിച്ചനും എല്ലാവരും ഇതേ നല്ല പണിത്തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ ഉണ്ടല്ലോ ഹരീഷേട്ടൻ്റെ വീടിൻ്റെ നേരെ അവരുടെ തന്നെ കേട്ടോ, അവരുടെ മുറ്റത്ത് തന്നെ നമ്മൾ സാധാരണ ചെടികളല്ലേ ഓടത്തും വെക്കുക. ഇത് നിറച്ച് മുളക്, നല്ല അടിപൊളി പച്ചമുളക് കിട്ടും. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ചാക്കിലാക്കിയിട്ട് അറ്റം തൊട്ടി ഏറ്റവും വരെ മുളകുകളാട്ടാം. അപ്പൊ ഞാനും മിൻചേട്ടനും ഭയങ്കര കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ വർഷം തോന്നുന്നു കേട്ടോ, ഇങ്ങനെ മുളകും ചീരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊക്കെ വലിയ ആഫ്രിക്കൻ ഒച്ച് വന്നിട്ട് കടിച്ച് ഒക്കെ കേടാക്കി പോയില്ല. അപ്പൊ എനിക്ക് അവിടെ വെച്ചിട്ട് കാര്യമില്ല, ആഫ്രിക്കൻ ഒച്ച് കാരണം ഒക്കെ പോവാണ്. ചെടികൾ പോലെ എങ്ങനെയാ കുറെയൊക്കെ കേടായി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നോടാണെങ്കിൽ ഇതൊന്നൊരു തൈ വേണമെങ്കിൽ കൊണ്ടൊക്കോ, തയ്യോ അതില്ലേ കൊണ്ടൊക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ വിൻഷേട്ടുണ്ടല്ലോ, അത് എരുണ്ടോന്നാട്ടോ കടിച്ചു നോക്കണത്. അതായത് എന്താ വെച്ചാൽ എന്നിട്ട് ഹരീഷേട്ടൻ പറഞ്ഞു ഈ മൂക്കണത്ര മൂത്താ നല്ല എരുവായിരിക്കും, മൂത്തില്ലെങ്കിൽ വെറുതെ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് മൂത്തിട്ടില്ല തോന്നണമെന്നും പറഞ്ഞിട്ട് വിൻഷേട്ടൻ കടിച്ചു നോക്കിയതാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് കടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മൂത്ത മിളകാടന്നു, നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. കിടന്ന് ഇങ്ങനെ തുള്ളി പോലെ നടന്നിടുന്നത്. ബാക്കി ഇവൻ കഴിക്കും. ഒരാവേശത്തിന് കഴിച്ചു. ഇനി നീ കടിക്ക്. എരിഞ്ഞെരിഞ്ഞു. ബാക്കി വിഷ്ണു കഴിച്ചോളും. ഫുള്ള് കഴിക്കും, പൊട്ടിച്ചത് ഫുള്ള് കഴിക്കണം. പിന്നെ വിൻഷേന്റെ കൺട്രോൾ പോയി തുടങ്ങിട്ടോ, കുറെ വെള്ളം കുടിച്ചു. പിന്നെ അവസാനം അതേ പായസാട്ടാ കുടിച്ചിട്ടുണ്ടായിരുന്നു. പായസാണെങ്കിലോ നല്ല ചൂടുള്ള പായസം, അതങ്ങോട്ട് കുടിച്ചോട് കൂടി ഒരു കൂടാട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ മേമതേ ചോറുണ്ടാൻ വിളിക്കാട്ടോ, ചോറുണ്ടോന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിതേ വെജിറ്റബിൾ ബിരിയാണി കടന്നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കല്ല, ബിരിയാണി വരുത്തിച്ചേക്ക് കടന്നു തോന്നുന്നു. പിന്നെ ഹരീഷേട്ടന്റെ വക ചിക്കൻ വറുത്തതും സലാഡും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ഞാനും ശ്രുതിയും കൂടിയിട്ടിരുന്നു. ഇവര് അമ്മയും അച്ഛനൊക്കെ മുന്നത്തെ ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ ഈ ട്രിപ്പിൽ ഞങ്ങൾ
ഞങ്ങൾ ഇരിക്കട്ടെ ചെയ്തത്. ഇനി അടുത്ത ട്രിപ്പിലാണ് വിൻഷേട്ടനും അവരൊക്കെ ഇരിക്കുള്ളൂ. പിന്നെ അമ്മമ്മേനെ എടുത്തിട്ട് അമ്മമ്മയ്ക്കാണെങ്കിൽ കഴിക്കാൻ കുറേ നേരം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മമ്മയൊക്കെ ലാസ്റ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അമ്മമ്മേനെ ഇപ്പം നേരെ റൂമിൽ കൊണ്ട് കിടത്തിയേക്കാട്ടെ. അമ്മമ്മ അവിടെ കിടക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ഇതൊരു ഗ്ലാസ് പായസം എത്തിയിട്ടുണ്ട്. ഇത് തേജുവിനാണോ വിൻഷേട്ടനാണോ എന്ന് അറിയില്ല. ഞാനങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ആർക്കാണ് കൊടുക്കാനാണോ എന്ന് അറിയില്ല കേട്ടോ. അല്ല എനിക്ക് എന്നെ തോന്നുന്നേ. പിന്നെ ഇത് വിൻഷേട്ടനും ഇവരൊക്കെ അടുത്ത ട്രിപ്പിൽ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം ഇത് ഇവിടെ ഇരുന്നിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ. പിള്ളേരായിരുന്നു കുപ്പിയറിന് കളിച്ചായിരുന്നത്. അതിൻ്റെ ഒപ്പം ചുക്കാൻ പിടിക്കാൻ അച്ഛൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പൊരി അടിയായിരുന്നു കേട്ടോ. കാരണം പെർക്ക് കളിക്കുക, അതായത് പിള്ളേരല്ല അച്ഛൻ തന്നെയാട്ടോ പെർക്ക് കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരത്തേക്ക് അടി വഴക്കാടുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. അതായത് കുപ്പി ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, ഇരുന്ന ഒരാൾക്കൊരു പോയിന്റ് അങ്ങനെയൊക്കെ ആയിട്ടാ കളി ഉണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് ഇവരുടെ ലഹള കെട്ടിട്ട് വിൻഷേട്ടനും വിഷ്ണുവും ചെറിച്ചിനും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ടായി കുപ്പിയറും കളിയൊക്കെ. കാക്കക്കൂട്ടത്തിന് കല്ലിട്ട പോലെ ചെറുച്ചൻ കൈതട്ടി എന്തേലും എടുക്കണത് ഇടയിലെ ഒരാള് കിട്ടാണ്ടായിപ്പോ പിണങ്ങി പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആള് ഇതേ കോംപ്രമൈസ് ആക്കാൻ വന്നേക്കാട്ടെ. ഇനിയിപ്പൊ ആളെയും കൂട്ടിട്ട് വേണം കളിക്കണെങ്കിൽ. ഇതാണ് കാർത്തിയേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണീട്ടാ. നേരത്തെ ചെറിച്ചിന് അച്ഛനും കൂടി പിടിമല്ലേ ഞാൻ കളിക്കാൻ പറഞ്ഞു. പിന്നെ കുറച്ച് നേരത്തേക്ക് ലഹളമായിരുന്നു കേട്ടോ. കാരണം വിൻഷേട്ടൻ പിള്ളേർ അറിയാണ്ട് ഒരു കള്ളക്കളി കളിച്ചതായിട്ടോ. ഒക്കെ കൂടി അങ്ങോട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. കുപ്പി കൊടുക്കണൂല്ലേ, കൈ എത്താത്ത കാരണമാണ് കുട്ടികൾ ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടാ. പിന്നെ അതേ കുറേ നേരത്തെ കളിയുടെ ശേഷം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. നമ്മൾ ഇറങ്ങാറാവുമ്പോഴേക്കായിരുന്നു പിന്നെ ചേട്ടനും പിന്നെ ചേട്ടൻ്റെ പിള്ളേരും ചേച്ചിക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാട്ടോ അവർ പതുക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കായാലും അതേപോലെ വീട്ടിലേക്ക് പോകണം. അവിടെ അച്ഛനും എല്ലാവരും ഇല്ല. അപ്പം ഞങ്ങളൊരു 2:30-3 മണിയാകുമ്പോൾ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിനി അമ്മമ്മേനെ നമുക്ക് കയറ്റിയിരുത്തണമല്ലോ. അമ്മമ്മയ്ക്കാണെങ്കിൽ ഫുഡ് അടി കഴിഞ്ഞ് ഒന്നും മയങ്ങണം കിടക്കൊക്കെ വേണം കേട്ടോ. അപ്പം പിന്നെ വേഗം പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങളും ഇറങ്ങി. അപ്പം അമ്മമ്മേനെ അതേ പതുക്കെ പിടിച്ച് കൊടുന്ന് ഇനി എടുക്കേണ്ടി വരും കേട്ടോ. അതുവരെ നടക്കാൻ എന്തായാലും പറ്റില്ലേ. അപ്പം എന്തായാലും എടുക്കേണ്ടി വരും. പിന്നെ അതേ മണിയായിട്ട് നേരെ അമ്മമ്മേനെ എടുത്തിട്ട് ഇതേ ഉള്ളിൽ കയറ്റിയിട്ടാ. ഇങ്ങനെ എന്തെങ്കിലും വിശേഷ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴായിട്ട് എല്ലാവരും കൂടി ഒന്ന് കാണലും ഒത്തുകൂടലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവരും അറിയാലോ, ഓരോരുത്തരും തിരക്കും, എല്ലാവരും പണിക്ക് പോകണവരാണ്. അപ്പൊ പിന്നെ അങ്ങനെ ആ ഒരു ലൈഫാണ് എല്ലാവരുടെയും ഇട്ടത്. അതുകൊണ്ട് തന്നെ ഓരോ വിശേഷങ്ങളും ഒത്തുകൂടലൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോഴേ ഞാൻ വീഡിയോസിൽ എല്ലാവരെയും കാണിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനി നേരെ വണ്ടിയിൽ കയറി പോകട്ടോ. അപ്പോൾ വിൻഷേട്ടന് വലിയ ഉപദേശം കൊടുക്കാട്ടോ. മേമയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറയ്ക്കണം, കുറയ്ക്കണം, ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് മേമ കുറേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിൻഷേട്ടൻ ഇങ്ങനെ കളിയൊക്കെ കിടന്ന് അതായിട്ട് വിൻഷേട്ടൻ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അത് മേമ പറഞ്ഞതൊക്കെ വിൻഷേട്ടൻ്റെ വീഡിയോയിൽ കാണിക്കും കേട്ടോ. പിന്നെ ഇതേ നേരെ നമ്മൾ വീട്ടിലെത്തി അമ്മമ്മേനെ ഇതേ അവിടെ കൊണ്ടിരുത്തിയിട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാനും വിൻഷേട്ടനും തേജും അച്ഛനും അമ്മയും കൂടിയിട്ടാ പോന്നിട്ടുണ്ടായിരുന്നത്. ശ്രുതിയും സച്ചും കൂടിയിട്ട് രാഹുലേട്ടൻ്റെ കൂടെ ഇനി ബൈക്കും മേട്ട വരുള്ളൂ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ കടയിൽ ഇറങ്ങിയിട്ട് കുറച്ച് എണ്ണക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 4 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. 4 മണിയല്ല 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചായക്കുള്ളത് വാങ്ങി. അവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഇല്ല. അപ്പോൾ അവർ ഇതേ ചായക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും കുറച്ച് എണ്ണക്കടി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ വണ്ടി ഇതേ നമ്മുടെ സുധേച്ചിയുടെ മുറ്റത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നടക്കാം കേട്ടോ. വീട്ടിൽ വണ്ടി കയറ്റിയാൽ പിന്നെ അപ്പുറത്ത് കൊണ്ടിടാൻ വിൻചേട്ടന് ഭയങ്കര മടിയാവും. അപ്പം ഞാൻ കയ്യോടെ തന്നെ അപ്പുറത്ത് വണ്ടി കൊണ്ടിടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതേ വീട്ടിലെത്തി നോക്കിയപ്പോൾ
അമ്മ ഞാൻ വിചാരിച്ച പോലെ തന്നെ അമ്മ അതേ ചായ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ശർക്കര കാപ്പിയാണ് ഉണ്ടാക്കണത്. പിന്നെ ഇത് എണ്ണക്കടിയും എല്ലാതും എടുത്തു. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ കിച്ചുട്ടൻ പണി ഇതേ നല്ല ഉറക്കാട്ടമൊക്കെ ഇടുന്നിട്ട് അങ്ങനെ നേരെ കിച്ചുട്ടൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് കിച്ചുട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിൻഷേട്ടെ എണിപ്പിച്ചപ്പോൾ കരണ്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കണ്ണുരുട്ടി നോക്കി പിന്നെ അങ്ങോട്ട് ചിരി തുടങ്ങിയിട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ ചായ കുടിക്കായിരുന്നു. ഇനി ചായ കുടിച്ച് കഴിഞ്ഞ് ഇവരും പതുക്കെ ഇറങ്ങും. അപ്പൊ പഴംപൊരിയും ഉണ്ടയും അതുപോലെ തന്നെ മുട്ട ബജി ഏട്ടാ വിൻഷേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുടിച്ചു. എനിക്കാണെങ്കിൽ ചെക്കൻ ചിരിയും കളി തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇതിന്റെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ നേരം പോലെ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് രാത്രിയല്ലേ അവർ വന്നത്. അപ്പൊ പിന്നെ കിടന്ന് ഉറങ്ങും ചെയ്തു. പിന്നെ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരമല്ലേ ഒന്ന് കിട്ടിയുള്ളൂ. പിന്നെ ഇതേ പോകാനും നോക്കായി. പിന്നെ ഇത് വിൻഷാൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. ഈ ഏട്ടൻ നന്നായി പാട്ട് പാടി തൊപ്പി വെച്ചിട്ടില്ല ഏട്ടില്ലേ ആള്. അപ്പോൾ നമ്മൾ അന്ന് വിൻഷാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഏട്ടൻ്റെ പാട്ട്. അപ്പോൾ ഈ ഏട്ടൻ മർക്കിനൊക്കെ പോണ ആളാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എല്ലാം ഗാനമേള പോലെ സെറ്റ് ചെയ്തിട്ട് പാട്ടിൻ്റെ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ആള് വെഡിങ്ങിനും എല്ലാ പരിപാടിക്കും വന്ന് പാട്ടൊക്കെ പാടും കേട്ടോ. അവർക്ക് ഒരു ചെറിയ ട്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ അവർ നമ്മുടെ കട്ടയുടെ ഡീറ്റെയിൽസ് അറിയാം. നമ്മൾ കട്ട വിരിച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ ആ ചേട്ടനെ വീട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനും പോയി. പിന്നെ നമ്മുടെ കിച്ചുട്ടനും ആരും എല്ലാവരും ഇത് ഇറങ്ങാൻ നിൽക്കാട്ടോ. ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അമ്മയും ആരും എല്ലാതും ഇതേ പാക്ക് ചെയ്തിട്ട് കിച്ചുട്ടനെ ഇതേ വിൻഷേട്ടൻ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിൻഷാൻ്റെ അടുത്തും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഈ അമ്മ ഡ്രസ്സൊക്കെ മാറി എൻ്റെ ചുരിദാർ അടിച്ച് മാറ്റിയിട്ടാട്ടോ പോണത്. ഇത് മേത്തൊന്നും ഊരിയിട്ടില്ലേ, രാവിലെ കുളി കഴിഞ്ഞിട്ടേക്കണതാ. അപ്പോൾ മനസ്സിലായി എനിക്ക് ഇത് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് എന്ന്. അപ്പോൾ ഇതേ അത് എടുത്തിട്ടാട്ടോ പോയേക്കണത്. ഇനി അവിടെ ചെന്ന് എനിക്ക് വിടാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അന്ന കൊണ്ടോക്കോന്നും പറഞ്ഞു. പിന്നെ ആദർശം അതേട്ടെ ഷീറ്റ് ഇടാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്ക് ഇവിടേക്ക് ഇതേ മോളെന്ന് വാഴ, അത് നമ്മുടെ വാഴയല്ല കേട്ടോ. ഇത് കുറേ പേരുടെ വിചാരം നമ്മുടെ വാഴയാണ്. നമ്മുടെ വാഴയല്ല, തൊട്ടപ്പുറത്തെ പറമ്പിൽ മുമ്പത്തെ വീട്ടിൽ വാഴ കേട്ടോ. അതൊക്കെ നമ്മുടെ മുറ്റത്തേക്കായിട്ട് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ അതൊക്കെ വെട്ടി റെഡിയാക്കേണ്ടി നല്ല ഷീറ്റ് ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഇതേ മുന്നേ കുട്ടി കാറിൽ കയറ്റിയിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടെടുത്തിട്ട് ഇവര് വാതിലടച്ചു. അച്ഛൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റിയിട്ട് വാലടച്ചു. പക്ഷെ ഇതോണല്ലോ. എന്നിട്ട് അച്ഛൻ ചൂടെടുക്കണമെന്നും പറഞ്ഞിട്ട് തുറന്നിടാട്ടോ ചെയ്ത്. അങ്ങനെ എല്ലാതും കൺഫേം ആക്കുക കേട്ടോ. അതായത് എല്ലാതും എടുത്തിട്ടില്ലേ അതൊക്കെ ഇങ്ങനെ ഉറപ്പിക്കാട്ടോ നിന്നിട്ട്. പിന്നെ ചെക്കൻ്റെ മരുന്നൊക്കെ ശരിക്കും എടുക്കണം. അല്ലെങ്കിൽ ഒരു വട്ടം ഉള്ളു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഉണ്ണിയുടെ മരുന്ന് എടുക്കാണ്ട് പോയിണ്ടായിരുന്നു. എന്നിട്ട് അത് വേറെ വാങ്ങേണ്ടി വന്നു. അപ്പോൾ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കളിയും ചിരിയും കുറച്ച് നേരമല്ലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് എനിക്കിങ്ങനെ പോകുമ്പോൾ ഭയങ്കര വിഷമായിട്ടാണ് തോന്നണത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ചിരിയും കളിയൊക്കെ എൻ്റെ അടുത്ത് നല്ല തുടങ്ങിയേക്കണം കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നുക കേട്ടാ. അവൻ എന്താ വെച്ചാൽ അവൻ എന്നോടും ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് കാട്ടുമ്പോൾ ആ ഒരു ഇത് തോന്നില്ല, ഒരു ഫീല് വേറെയല്ലോ. അപ്പം അങ്ങനെ എന്താ അവർ ഇറങ്ങാൻ നിൽക്കണ നേരത്താട്ടോ നല്ല വർത്താനം. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കും. നമ്മൾ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നിൽക്കണ നേരത്ത് നല്ല വർത്താനായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കിണക്ക്. അതായത് കിച്ചമ്മേ കിച്ചിട്ടാന്നൊക്കെ അങ്ങോട്ട് നീട്ടി വിളിച്ച എന്നോട് അങ്ങോട്ട് കൂട്ടുകൂട്ടോ. ഓ പറഞ്ഞിട്ട് നല്ല ചിരിച്ചിരിക്കും. ഇതങ്ങോട്ട് കണ്ട നമ്മളങ്ങോട്ട് അതിലങ്ങോട്ട് അലിഞ്ഞു പോട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഇതേ വണ്ടിയിൽ കയറിയിരുന്നു മോന്ത കയറ്റി പിടിച്ചു കൂട്ടാം. അതിൻ്റെ ഇടയിൽ വിളിച്ചാൽ ചിരിക്കും. അങ്ങനെയാണ്. അങ്ങനെ എന്തേ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇതേ പോവാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ വിളിക്കുന്നുണ്ട് തോന്നുന്നു. പോവാന് പോവാന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ആൾക്ക് കാറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ പോവാന്നുള്ള കാര്യം. അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടാറ്റയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം. എത്ര ചെറുപ്പത്തിൽ തന്നെ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയും, ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാ പിള്ളേർക്ക് ഇങ്ങനെ അറിയണ ടാറ്റ പോടെ നോക്കണമൊക്കെ എന്നെ കണ്ട വണ്ടി ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് വെട്ടാണ്ട് മുഖത്തേക്ക് നോക്കി. ഇനിയിപ്പോൾ ആരുടെ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടാവും. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് അടിച്ചുവരലും തുടക്കിലും അങ്ങനെ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകിയിട്ട് ഇരിക്കണേ ഇരുത്താണ് കേട്ടോ തേജുവിനെ പഠിപ്പിക്കാൻ. അതിൻ്റെ ഇടയ്ക്കായിരുന്നു കേട്ടോ നമ്മുടെ വിൻഷാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു സജേഷ് കേട്ടോ. അപ്പോൾ ആൾ ഇതിനെ പോകുമ്പോൾ ഇങ്ങനെ കയറിയതായിരുന്നു. ഞാനാണെങ്കിൽ തേജുവിനെ ഡിക്റ്റേഷൻ എടുത്തിട്ട് ഇത് ഇങ്ങനെ മാർക്കൊക്കെ നോക്കി വെരി ഗുഡൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു കേട്ടോ കുട്ടിക്ക്. അങ്ങനെ കുറച്ച് നേരം വിൻഷേട്ടൻ്റെ സജേഷൻ്റെ കൂടെ ഉമ്മർത്തൊക്കെ ഇരുന്ന് വർത്താനം പറയായിരുന്നു. ഞാനാണെങ്കിൽ പിന്നെ എന്തോ പണിയിൽ പെട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് സജേഷേട്ടൻ തിരിച്ചു പോവാന്ന് കേട്ടോ. സജേഷേട്ടൻ പോയിട്ടോ. ഇനി ഇവിടെ എന്താ വെച്ചാ അമ്മ രാവിലെ കേട്ടാ ചോറുണ്ടാക്കിയിട്ടുണ്ട്. ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട്. ഇത് വേറെ മീനാട്ടോ. അതായത് നമ്മൾ വേറെ പുയ്യാപ്പളക്കോയി അങ്ങനെ എന്തൊരു സംഭവമില്ലേ, ആ മീനാട്ടോ ഇത്. ആ മീനിൻ്റെ കറിയാണ്.
അതുപോലെ മീനും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഉള്ളത് ഇന്നിപ്പോൾ വെച്ചേക്കണത്. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടുന്ന് ഇപ്പം ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് മാമോടോട് നല്ല ചോറുണ്ടത്. അപ്പോൾ അവിടുന്ന് ആയ കാരണം ഇവിടെ അതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് തന്നെ മീനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ പണി കുറച്ച് കുറയുമല്ലോ. അപ്പോൾ മീനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീൻ കറി വെക്കുന്നു വിചാരിച്ചില്ല കേട്ടോ. കാരണം ഞാൻ അമ്മോട് പറഞ്ഞത് ചിക്കൻ കറി വെക്കാം, ചിക്കൻ കറി വെച്ചോ, പിന്നെ മീൻ വറുത്താൽ മതി. പിന്നെ ഇഡ്ഡലിയും ഇതും രാവിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ മീൻ കറിയും കൂടി കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നാളേക്ക് എനിക്ക് വെക്കേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് മീൻ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ പിന്നെ കുറച്ചും കൂടി ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇത്രേ. അപ്പോൾ ഫുള്ള് എടുത്തിട്ടില്ല. തേജുവിന് വേണമെങ്കിൽ നാളെ വറുത്ത് കൊടുത്തോന്നും പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ രാവിലേക്ക് പണി കുറവാണ്. കാരണം മീൻ കറി ഇരിക്കിയിട്ട് ചിക്കൻ വറുക്കാനുണ്ട്. പക്ഷെ തേജുവിന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്നും കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ. തേജ് പഠിക്കുകയാണേ, എഴുതാനുള്ളതൊക്കെ എഴുതേണ്ടിയിരുന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സത്യം പറഞ്ഞ് അവർ വന്നതേ ആ രാവിലത്തെ ടൈം ഭയങ്കരമായിട്ട് മിസ്സായി. കാരണം നമ്മളിപ്പോൾ രാവിലെ പോയാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതേക്കും ഒരു 1 മണി 2 മണി നമ്മൾക്ക് തിരിച്ചെത്തുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്ക് 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോഴേക്കും ഒരു പോണ നേരത്തേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ എന്തോ ഒരു ജാതി പോലെ പോയിപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നു. ആ ഒരു ദിവസം ഫുള്ള് ഇരിക്കാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. വന്നിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അങ്ങനെ 5 മണി 6 മണി നമ്മൾക്ക് പോയില്ലോ. ആ ഒരു ഇതുണ്ട്. അപ്പം ഇനി വരുമ്പോൾ 2 ദിവസം നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കണം കേട്ടോ. അപ്പം എന്തായാലും ഞാനിനി ഫുഡ് കഴിച്ച് കിടക്കട്ടെ. ഇനി ഓണത്തിന് എന്തായാലും പോവും വീട്ടിലേക്ക്. അപ്പം ഇനി എല്ലാവരും കൂടിയിട്ടുള്ള വ്ളോഗ് കാണണമെങ്കിൽ ഓണമാവണം. അതെന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. ബൈ. പിന്നെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.